ഹായ് ഹലോ നമസ്കാരം. 2 ദിവസം വീഡിയോ ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. പനിയായിരുന്നു. എൻ്റെ ശബ്ദത്തിൽ അത് അറിയാൻ കഴിയുമായിരിക്കും. അപ്പോൾ 2 ദിവസമായിട്ടുള്ള ഒരു ചർച്ചയാണ് മാർക്കോ മൂവി. ഉണ്ണി മുകുന്ദൻ വാസ് സായി കൃഷ്ണ. അപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജന്റും ഉണ്ണി മുകുന്ദനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് 2 ദിവസമായിട്ട് ഭയങ്കര അടിസ്ഥാനപരമായിട്ട് ഭയങ്കര റീച്ചുള്ളൊരു സംഭവമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ എല്ലാവരും ഉണ്ണി മുകുന്ദനെ ഭയങ്കരമായിട്ട് സേവ് ചെയ്തിട്ട് സായി കൃഷ്ണയെ ഭയങ്കരമായിട്ട് മോശമാക്കിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ജെന്യൂനായിട്ട് ഉണ്ണി മുകുന്ദന്റെ ആ ഒരു സിനിമയുടെ മാർക്കോടെ ഒരു റിവ്യൂ ഞാൻ കണ്ടതാണ്. കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. സായി അത് ഭയങ്കര ജെന്യൂനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെവിടെയാണ് സായി ഒരാളെ കോർണർ ചെയ്ത് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സായിയെ മോശമാക്കാൻ വേണ്ടി ഒരുപാട് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം, എന്നെ സംബന്ധിച്ച് എനിക്ക് സായി ഇഷ്ടമല്ല. അതിന് കാരണങ്ങൾ കുറേ ഉണ്ട്, അത് അറിയുന്നവർക്കറിയാം. അപ്പം പക്ഷെ എന്നിരുന്നാൽ പോലും ഇതേ കണക്ക് കോർണർ ചെയ്ത് സിനിമയിൽ നിന്ന് കുറേ ആൾക്കാർ വന്നു. ഒന്നാമതേ യൂട്യൂബേഴ്സിനോട് സിനിമക്കാർക്കൊരു പുച്ഛമാണ്. അതിൽ നിന്ന് കുറെ സിനിമക്കാർ വന്നിട്ട് യൂട്യൂബേഴ്സിനെ അങ്ങോട്ട് കോർണർ ചെയ്യാൻ തരുത്, അതിനർത്ഥത്തിന് അതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു PR ഗ്രൂപ്പിൽ നിന്ന് കൊടുക്കുന്നത് അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സായി കൃഷ്ണയുടെ എന്താ അഭിപ്രായമാണോ ആ അഭിപ്രായം തന്നെയാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്കും തോന്നിയത്, വ്യക്തമായിട്ടും തോന്നിയത്. എൻ്റെ റിവ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊന്നും റീച്ച് ഇല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കണത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വയലൻസ് ആ സിനിമയിൽ കാണിക്കുന്ന എക്സ്ട്രീം വയലൻസ് ആണ്. ആ സിനിമ അങ്ങനെയാണ്, അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അത് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയതാണ്. അങ്ങനെയുള്ള ജോണറിലുള്ള ആ സിനിമ അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ 80+ ആണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ആ സിനിമ എന്ന് പറയുന്ന ആ സിനിമയിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ പലരും പറയുന്നുണ്ട് ഉണ്ണി മുകുന്ദന്റെ അഭിനയം മികവ് ഒക്കെ അതിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് അഭിനയ മികവാണ് അതിനകത്തുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമതേ അതൊരു ത്രില്ലർ മൂവിയാണ്. ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പുള്ളിക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അല്ലാതെ അഭിനയ മികവൊന്നും കാണിക്കാൻ വേണ്ടി ഉണ്ണി മുകുന്ദൻ അതിനകത്തൊരു തേങ്ങയും ചെയ്തിട്ടില്ല, ഒരു മാങ്ങയും ഇല്ലാൻ തന്നെ അഭിനയിക്കാൻ വേണ്ടി. അപ്പൊ പിന്നെ എന്ത് ഉണ്ണി മുകുന്ദന്റെ അഭിനയത്തെ പറ്റി പറയാനാണെന്ന് പറഞ്ഞു. പിന്നെ ആക്ഷൻ, അത് അദ്ദേഹം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ണി മുകുന്ദൻ സിനിമകളിൽ, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദന്റെ ആറ്റിറ്റ്യൂഡും ആ ഒരു ആക്ഷന്റെ ആറ്റിറ്റ്യൂഡ് അടിപൊളിയാണ്. പിന്നെ കുറെ കാര്യങ്ങൾ അയാൾ ഡൂപ്പില്ലാതെ ചെയ്തു എന്ന് പിന്നീട് നമ്മൾ അറിഞ്ഞു. അതൊക്കെ അടിപൊളിയാണ്, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പിന്നെ അയാളുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്, അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ആ റിവ്യൂ, ഇപ്പൊ ഈ പറയുന്ന സായി കൃഷ്ണ മോശമാണെന്ന് പറയുന്ന റിവ്യൂ, സായി കൃഷ്ണ എല്ലാ റിവ്യൂ അങ്ങനെയാണ് പറയുന്നത്. അതിന്റെ കുറച്ച് മൈനറായിട്ടുള്ള ഭാഗങ്ങളും പറയാറുണ്ട്, അല്ലാത്ത ഭാഗങ്ങളും പറയാറുണ്ട്. അയാളുടെ ചില റിവ്യൂ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന ഒരു മാർക്കോടെ റിവ്യൂ പറഞ്ഞപ്പോൾ ഈ പുള്ളി എന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. ഞാൻ കേട്ടത് വെച്ച് അയാൾ ഭയങ്കര ജെന്യൂനായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. ചിലയിടത്ത് സിനിമ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മളിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ ഈ സിനിമ ഇങ്ങനെ ഒരുപാട് നീട്ടിക്കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസ രംഗങ്ങളെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. ആ ടൈം ശരിക്കും അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഈ സിനിമ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. നിങ്ങൾ കില്ലൊക്കെ കണ്ടോ ഒക്കെ മനസ്സിലാവും. ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ പടപടാന്ന് പറഞ്ഞിട്ട് സംഭവങ്ങൾ വരണം. അങ്ങനെ വരുവാണെങ്കിൽ ഇതിനകത്ത് ചോദ്യങ്ങൾ വരത്തില്ല. ജെനുവിനായിട്ടും എനിക്ക് തോന്നിയ കുറെ ചോദ്യങ്ങൾ, ഞാൻ സിനിമ കണ്ടിട്ട് കുറെ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചിരുന്നു. അതേ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് സായിയും പറഞ്ഞത്. അപ്പൊ അതിങ്ങനെ പടപടായിട്ട് കില്ലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ലോജിക്കില്ല. ഈ രണ്ട് സിനിമയിലും ലോജിക്കും ഇല്ല, കഥയും ഇല്ല, പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. പിന്നെ കില്ലിനകത്തൊക്കെ ഒരു ഇമോഷണൽ സീനൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ സിനിമയിൽ ഇമോഷണലേ വർക്കൗട്ട് ആയിട്ടില്ല. പ്രത്യേകിച്ചും നായകന്റെ ഒരു ഫാമിലി ഇല്ലാതാക്കുന്ന ആ ഒരു സീൻ കാണുമ്പം വെറും ക്രൈമായിട്ട് മാത്രമേ നമുക്ക് തോന്നൂ. പിന്നെ ഈ ക്രൈം കണ്ടിട്ട് വേറെ കുറെ ആൾക്കാർ ബാധിക്കുന്നുണ്ട്. ഈ ക്രൈം കണ്ടിട്ട് ഇതിനെ ഇൻസ്പയർ ചെയ്ത് കുറെ ആൾക്കാരൊക്കെ കാണിക്കുന്നുണ്ട്. അടി കിട്ടാത്തതിന്റെ കേസാണ് കേട്ടോ. ഈ ക്രൈം കണ്ടിട്ട് നിങ്ങൾക്ക് ക്രൈം ചെയ്യാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾ ശരിക്കും സൈക്കോ ആയിരിക്കും. അല്ലാതെ അതിനകത്ത് ക്രൈം കണ്ടു കഴിഞ്ഞാൽ ഒരു ക്രൈം ചെയ്യാൻ പിന്നെ തോന്നില്ല. അമ്മാതിരി എന്താ പറയുക, ടോക്സിക് ആയിട്ട്, അത്രയും എന്താ വയലൻസ് ആയിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ഈ കാണിച്ചിരിക്കുന്നത്.
അപ്പൊ അങ്ങനൊരു സിനിമ കണ്ടിട്ട് പിന്നെ വയലൻസ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഇപ്പം ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബിഗ് ബോസ് ഫസ്റ്റ് ബിഗ് ബോസ് വിന്നർ നമ്മുടെ ആ, സാബു ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പ്രശസ്തമായ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അത് കുറെ പേര് എന്താണ് കുറെ പേർക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് റേപ്പ് സീൻ അതുപോലെ കാണിക്കുന്നില്ല? അത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഒരു സംഭവമാണ്. അത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലോകത്താരും ചെയ്യില്ല, അല്ലെങ്കിൽ അതിനോട് അത്രയും ഭയം ഉണ്ടാവും, അത്രയും എന്തുവാന്ന് മനുഷ്യരായിട്ടുള്ളവരാരും പിന്നെ അത് ചെയ്യില്ല. അതാണ് അതിൻ്റെ ഒരു റൈറ്റ്, അതിൻ്റെതായ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം. അത് കണക്കാണ് ഈ പറയുന്ന സിനിമയിൽ ഈ ക്രൈം അല്ലെങ്കിൽ ഈ പറയുന്ന വയലൻസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര എക്സ്ട്രീമായിട്ട് കാണിക്കുമ്പോൾ, എക്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ യഥാർത്ഥത്തിൽ നടക്കുന്ന വയലൻസിന്റെ ഒരു 10-1 പോലെ കാണിക്കുന്നുള്ളൂ. ആ 10-1 കാണിക്കുമ്പം തന്നെ അയ്യോ എന്നായി പോവും. അതൊരു മനുഷ്യന്റെ ഒരു ഇമോഷനാണ്. ശരിക്കും ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണിക്കുമ്പോൾ ആ എക്സ്ട്രീമിൽ കാണിക്കണം. എക്സ്ട്രീമിൽ കാണിച്ചാൽ മാത്രമേ ഇതിന്റെ തീവ്രത എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവും. അപ്പൊ ഇത് കണ്ടിട്ട് പിന്നെ വയലൻസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ളവന്മാരെ പിടിച്ച് ജയിലിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാര്യം കില്ല്, ഈ സിനിമ, മാർക്കോ അല്ലെങ്കിൽ ഒക്കെ കണ്ടിട്ട് ഒരാൾ വയലൻസ് കാണിക്കുവാണെങ്കിൽ സൈക്കോ ആയിരിക്കും. സീരിയസ് ആയിട്ടും പറയുന്നത് സൈക്കോ ആയിരിക്കും, അല്ലാതെ മനുഷ്യരാരും ചെയ്യില്ല. കാര്യം അമ്മാതിരി വയലൻസ് ആണ് കാണിക്കുന്നത്. അമ്മാതിരി വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ വിറച്ച് എന്താ പറയുന്നത്, അങ്ങ് ഏറ്റവും വെറുത്ത് പോയി ചില സീനൊക്കെ കാണുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും. അത് ചില ഇംഗ്ലീഷ് സിനിമകളും അങ്ങനെ കേട്ടോ. ഈ പ്രൈമറി ചില ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ റേപ്പിനെ ഭയങ്കര ഇല്ല. മലയാള സിനിമയിലൊക്കെ റേപ്പൊക്കെ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ഈ പ്രൈമറി ഒരു ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്നു, ഒരു കർട്ടൻ ഇടുന്നു, പിന്നെ കുറെ പൂവ് അല്ലെങ്കിൽ ഭയങ്കര എന്തോ ഒരു കൈ ബലത്തിൽ പിടിക്കുന്നു, എന്തോ ഒരു എന്തുവാന്ന് ജൈവികമായ കാര്യം ചെയ്യുമാതിരിയൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് മനോഹരമല്ലേ, സംഭവം മനോഹരമാണ് എന്നുള്ള രീതിയിലാണ് മലയാളത്തിലൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ, റേപ്പ് സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യരായിട്ടുള്ള ഒരൊറ്റൊരാളും അത് ചെയ്യില്ല. അതാണ് അതിൻ്റെ ഒരു ശരി. അപ്പം ഇതിവിടെ സായി പറയുന്ന ആ സിനിമയുടെ നല്ല വശവും മോശം വശവും പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ അത് കേട്ടപ്പോൾ. അല്ലാതെ അയാളുടെ ഒരു എന്താ പറയുന്നത് ഇയാളോടുള്ള ദേഷ്യമൊന്നും ആ സിനിമയുടെ ഇത് കാണിച്ചിട്ടില്ല. ഒരു സിനിമ പറയുമ്പോൾ ഇതിൽ പൈസ വാങ്ങിയിട്ട്, ഇപ്പൊ ഉണ്ണി ബ്ലോഗൊക്കെ കൃത്യമായിട്ട് പണം വാങ്ങിയിട്ടാ ചെയ്തതെന്ന് മനസ്സിലായി. കാര്യം ഷസാം പൈസ വാങ്ങുന്ന ആളാണ്, അത് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. ബാക്കി എനിക്ക് ഇങ്ങനെ പറ്റി എനിക്ക് അറിയില്ല കേട്ടോ. ആക്ച്വലി ചെകുത്താനെ പറ്റി എനിക്കറിയില്ല. ബാക്കി ഇപ്പം ചെകുത്താനായാലും അശ്വന്തായാലും പണം വാങ്ങുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉണ്ണിച്ചേട്ടനും ഇവരും വാങ്ങുമെന്നുള്ള കാര്യം ഏകദേശമൊക്കെ നമുക്ക് അറിയാവുന്ന. ഷസാമായാലും പ്രമോഷന് വേണ്ടി പണം വാങ്ങാറുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവരുടെ ആ ഒരു വീഡിയോ കാണുമ്പോഴേ അറിയാം ഒരു പ്രമോഷന് പണം വാങ്ങിയിട്ട് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അവർ ആ ഫുൾ അതിനെ പറ്റി എന്തോന്ന് 100% കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ 100% അത് പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമയൊന്നുമല്ല. കാര്യം ഈ ജനറിലുള്ള സിനിമ നമ്മൾ കാണുന്നതാണ്. നിങ്ങളിപ്പോ കില്ല് പോലും കണ്ടു കഴിഞ്ഞാൽ കില്ല് ഇതുമായിട്ടൊന്നും വെക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. പിന്നെ ഈ പറയുന്ന കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള അതിക്രമമൊക്കെ ഭയങ്കര ഇതായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട്. അത് ഈ കില്ലും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അതിനകത്ത് കുഞ്ഞുങ്ങളെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. പിന്നെ നായികയോ നായകനോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഒന്നും ഇതിൽ കൊടുത്തിട്ടില്ല. കാര്യം എല്ലാവർക്കും ഇതാണ്, വില്ലനും അതിൻ്റെതായ ഒരു പ്രാധാന്യം ഒക്കെ ഉണ്ടാവും. അത് ഈ ക്രൈം സിനിമകളിലും സീരീസുകളിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം സായി കുറ്റം പറയുന്നവര് ആക്ച്വലി ആ സംഭവം കണ്ടിട്ടില്ലാത്തവരാണ്. കണ്ടിട്ട് നിങ്ങൾ പറയുക. സായി പറഞ്ഞതിൽ കൃത്യമായ കാര്യങ്ങളുണ്ട്. അത് പടം ഒരുപാട് വലിച്ചു കേട്ടുന്നുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കിടുവായിരുന്നു കേട്ടോ. അത് ഇപ്പോൾ പുതിയ ആ മ്യൂസിക് ഡയറക്ഷനൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. പിന്നെ ആക്ഷൻ സീൻസ് അടിപൊളിയായിരുന്നു. സംവിധായകൻ കുറെ സംഭവങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഒപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ സംവിധായകൻ 100% വിജയിച്ചു എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ മലയാളത്തിൽ ഇതൊരു പുതിയൊരു ഈ ജേണലിൽ വരുന്ന സിനിമ പുതിയൊരു ഇതായതുകൊണ്ട് തന്നെ അയാൾക്ക് നമ്മൾ ഒരു കൈയടി കൊടുക്കേണ്ടത് തന്നെയാണ്.
അല്ലാതെ ഈ സംവിധായകന്റെ ഏറ്റവും ബെറ്റർ പടമായിരിക്കും ഇതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം അയാൾ ഇതിലും നല്ല ആ, പോലെ ഇതേ ജോണറിലുള്ള പടം ഇനിയും മേക്ക് ചെയ്തുകൊണ്ട് വരാൻ ഉള്ള നല്ല കഴിവുള്ള ഒരാളാണ്. അപ്പൊ അയാൾ ഇച്ചിരി കൂടെ ബെറ്റർ ആവുക. ഇനിയുള്ള സിനിമകള് എവിടെയൊക്കെ ഇഴയുന്നുണ്ടായിരുന്നു സിനിമ. അത് ഈ ഫസ്റ്റ് ഹാഫ് ഒന്ന് നമുക്ക് നമ്മൾ കണ്ട് പരിചയമുള്ള കുറെ സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരാൻ നേരത്ത് ഇത് തന്നെ. പിന്നെ പറഞ്ഞ കണക്ക് തന്നെ സിനിമയുടെ ആക്ച്വലി പലരും പറയുന്നുണ്ട് ഇതിന്റെ കഥയൊക്കെ മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട്. കഥയൊന്നും ഇല്ല. അതാ മമ്മൂട്ടിയുടെ എന്താ ഒരു പടം ഉണ്ടല്ലോ, എന്താ ഷൈലോക്ക് എന്ന് പറയുന്ന ആ സിനിമയുടെ സെയിം കഥ തന്നെ. അത് ആ പാറ്റേണിൽ എടുക്കാൻ നോക്കൂ. അങ്ങനെയുള്ള കഥകൾ. കാര്യം ഈ എന്താ പറയുന്നത്, പകരം വീട്ടുവായ എന്നുള്ളൊരു ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഈ കഥ പറഞ്ഞുകൊണ്ടൊന്നും ഈ സിനിമ ഇല്ലാതാവില്ല, അല്ലെങ്കിൽ ഇതിന്റെ മോശവശങ്ങൾ പറഞ്ഞുകൊണ്ട് ഇല്ലാതാവില്ല. കാര്യം ആ സിനിമ അങ്ങനെയുള്ളൊരു സിനിമയാണ്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ തിയേറ്ററിലല്ലാതെ വീട്ടിലായാലും അത്യാവശ്യം നല്ല സൗണ്ട് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ സിനിമ അതിന്റെ ആ ഫീല് ചെയ്യും. പക്ഷെ അത് നമ്മൾ വീട്ടിലൊക്കെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ വൊമിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. സോ എന്റെ അഭിപ്രായം ഇതാണ്. സായി ഒരിക്കലും ഉണ്ണി മുകുന്ദനോടുള്ള ആ ഒരു ദേഷ്യമല്ലാതെ ഈ കാണിച്ചിരിക്കുന്ന ആ സിനിമ കണ്ടതിന്റെ ശരിക്കുള്ള എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. എനിക്കും അങ്ങനെയാണ് തോന്നിയത്. ഞാനും കൃത്യമായിട്ട് ഏകദേശം അതേ കണക്ക് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇഴച്ചു വിടുന്ന കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്തിരുന്നു. പിന്നെ സായി അതിനകത്ത് പറഞ്ഞതിനകത്തൊരു ഇതും കൂടെ ഉണ്ട്. ജഗദീഷിന്റെ റോള് ഭയങ്കര അടിപൊളിയായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തോ എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. ബാക്കിയുള്ളവരുടെ എല്ലാം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ജഗദീഷ് അത് കൃത്യമായി ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കൊരു ബാഡ് ഫീലിംഗ് ആണ് വന്നത്. ഐ ഡോണ്ട് നോ, നമുക്ക് കണ്ടു പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം ജഗദീഷ് കൃത്യമായ ക്യാരക്ടറിൽ എത്തിയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ക്യാരക്ടറിൽ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എത്തിയിട്ടില്ല. പക്ഷെ ആറ്റിറ്റ്യൂഡ് പിടിക്കാൻ പുള്ളി നോക്കിയിട്ടുണ്ട്, മാക്സിമം നോക്കിയിട്ടുണ്ട്. ആ ശ്രമം നമ്മളതിൽ കാണുന്നുണ്ട്. അതായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ആൾക്കാർ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു എന്ന് പറയുന്നത്. ആളതിന് ശ്രമിച്ചിട്ടുണ്ട്, നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. ആ ഒരു ഇംഗ്ലീഷ് ജേർണലിലൊക്കെ വരുന്ന ആ ഒരു സംഭവം, ആ ഒരു വില്ലന്റെ ആ ഒരു സംഭവം ഇദ്ദേഹം കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ആ ലെവലിൽ വന്നിട്ടില്ലെങ്കിലും ജഗദീഷ് കൊണ്ട് പറ്റും, ഇതിൽ കൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.